ഇപ്പോൾ ഫിസിക്സിനെ കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന വൈശാഖിൻ്റെ അടുത്ത് ഞാൻ ശരിക്കും ടൈം ട്രാവലിനെ കുറിച്ചും ബ്ലാക്ക് ഹോളിനെ കുറിച്ചൊക്കെ ഉള്ള സംശയങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഒഴുക്കിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം എനിക്ക് ചോദിക്കാൻ തോന്നുന്നത് ശരിക്കും ഈ ഭൂതവും പ്രേതവും പിശാചും എന്നൊക്കെ പറയുന്ന സംഗതികളൊക്കെ അതിൻ്റെയൊക്കെ പുറകെ ചിലപ്പോൾ വൈശാഖൻ അന്വേഷിച്ച് പോയിട്ടുണ്ടാവാം. അത് ഫിസിക്കലി അല്ല, ചിലപ്പോൾ ബുക്കുകളിലൂടെയുള്ള യാത്രയായിരിക്കും. അതിനെ സയൻസ് വെച്ച് കവർ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പിടികിട്ടി തുടങ്ങിയത്. ശരിക്കും ഭൂതവും പ്രേതവും പിശാചും ഒക്കെ ഉണ്ടോ വൈശാഖ? ഉണ്ടോ എന്നുള്ള അന്വേഷണം കുറേ കാലം ഞാൻ നടത്തിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഉറപ്പുള്ള കാര്യം ഇല്ല എന്നുള്ളതാണ്. പൊതുവിൽ ഈ ഭൂതപ്രേതങ്ങൾ നമ്മൾ ഗോസ്റ്റ് എന്ന് പൊതുവെ വിളിക്കുന്നത് അതുപോലും അങ്ങനെ ഒരു യൂണിഫോം ഡെഫിനേഷൻ ഒന്നും അതിനില്ല. ഒരുപാട് രീതിയിൽ ആൾക്കാർ പ്രേതാനുഭവങ്ങൾ പറയും. ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്രേതാനുഭവം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഈ അപ്പരിഷൻ എന്ന് പറയുന്ന വാക്ക് വെച്ച് സൂചിപ്പിക്കുന്ന നമ്മൾ കാണുന്നില്ല, കാണാൻ കഴിയുന്ന പ്രേതം, എന്തെങ്കിലുമൊക്കെ രൂപങ്ങൾ. അത് ചിലപ്പോൾ ഒരു റിയൽ ആളായിരിക്കാം, ചിലപ്പോൾ മരിച്ചുപോയ ആളായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇല്ലാത്തൊരാളിനെ നമ്മൾ ഇവിടെ കാണുന്നു, അത് അയാളുടെ പ്രേതമാണ് എന്ന് പറയാം. പിന്നെ അതിൽ തന്നെ വ്യത്യാസം വരുന്നത്, ഇപ്പം തല മാത്രം നമ്മൾ കണ്ടു, അല്ലെങ്കിൽ കാലില്ലാതെ നീങ്ങുന്നതായിട്ട് കണ്ടു, വെള്ള വസ്ത്രം തിരിച്ച്, ഇതൊക്കെ നമ്മുടെ സിനിമാക്കാരൊക്കെ ഉണ്ടാക്കിയെടുത്ത ചില സ്റ്റീരിയോ ടൈപ്പുകളാണ്. അപ്പം ഇതാണ് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന അപ്പരീഷൻ എന്ന് പറയുന്നതാണ് പ്രേതാനുഭവങ്ങൾ. പിന്നെ ഉണ്ട് ഈ സാന്നിധ്യം. നമ്മളിപ്പം ടിപ്പിക്കൽ എക്സാമ്പിൾ പക്ഷേ ദേവദൂതൻ സിനിമയായിരിക്കും. സംബഡി വാണ്ട്സ് ടു സേ സംതിങ് ടു സമ്മൺ എന്നാണ്. അതിനകത്ത് വേറെ ആരെയും കാണിക്കുന്നില്ല, ഒരു രൂപം വരികയോ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ഒരു സാന്നിധ്യം അവിടെ ഉണ്ട്. ആ സാന്നിധ്യം വേറെ ആരുടെയോ ആണ്, അയാൾക്ക് എന്തോ പറയാനുണ്ട്, ഇങ്ങനെയുണ്ട്. പിന്നെ ഈ ഒച്ച കേൾക്കുന്നു, സോഴ്സ് ഇല്ല, അതും ആ സിനിമയിൽ തന്നെ ഉണ്ട്. ആ സിനിമ നല്ലൊരു എക്സാമ്പിളാണ്. പട്ടികളുടെ ശബ്ദം കേൾക്കുന്നു, പട്ടികൾ അവിടെ ഇല്ല. ഈ രീതിയിലാണ് പൊതുവിൽ ആൾക്കാർ പ്രേതാനുഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളാണ് പൊതുവെ പ്രേതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതിനെ ഒരു സയന്റിഫിക് പെർസ്പെക്റ്റീവിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സയന്റിഫിക് പെർസ്പെക്റ്റീവ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ മൊത്തം കാര്യങ്ങൾ. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ വലിയ അതിവിദൂര പ്രപഞ്ചത്തെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. നമ്മൾ ഉൾപ്പെടുന്ന ഈ ചുറ്റുപാടുകൾ, ഇതെല്ലാം പൊതുവിൽ ഒരു സെറ്റ് പ്രകൃതി നിയമങ്ങൾ അനുസരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി സയൻസിൻ്റെ മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പരീക്ഷണങ്ങളുണ്ട്, കൃത്യമായ നിരീക്ഷണങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ അറിവുകൾ ചെക്ക് ചെയ്യുകയും പിന്നെയും ചെക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്രയും കാലം പല 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 മേഖലകളിലായിട്ട് പല മനുഷ്യർ പല കാലഘട്ടങ്ങളിൽ നടത്തിയ നിരീക്ഷണങ്ങളിലോ പരീക്ഷണങ്ങളിലോ ഒന്നും തന്നെ ഈ പ്രകൃതി നിയമങ്ങൾ വയലേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല. അത് നിയമം എന്ന് വിളിക്കുന്നത് മനുഷ്യൻ്റെ ഭാഷയുടെ പരിമിതിയും കൂടെയാണ്. ആരെങ്കിലും ഒരു നിയമം സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് പ്രകൃതി അതങ്ങ് അനുസരിക്കുന്നതല്ല. പ്രകൃതിയിലെ ക്രമങ്ങളാണ്, റെഗുലാരിറ്റീസ് ആണ് നമ്മൾ നിയമങ്ങൾ എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ പ്രേതങ്ങളിലേക്ക് വരുമ്പോൾ ഈ പ്രേതങ്ങൾക്ക് ആരോപിക്കപ്പെടുന്ന ഗുണങ്ങളെല്ലാം തന്നെ ഈ പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ശബ്ദം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഫിസിക്കലായിട്ടൊരു സംഗതി വൈബ്രേറ്റ് ചെയ്യണം. ആ വൈബ്രേഷൻ്റെ ഫ്രീക്വൻസി നിങ്ങളുടെ ചെവിക്ക് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസിയിലായിരിക്കണം. ഫിസിക്കലായിട്ടൊരു ശബ്ദം സംഗതി വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ കേൾക്കണം എന്നില്ല. കാരണം ഇവിടെ ഒരുപാട് സാധനങ്ങൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, പല ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു പട്ടി കേൾക്കുന്നുണ്ടാവും, പട്ടിയെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗാൾട്ടൺ വിസിലുണ്ട്, മനുഷ്യന് കേൾക്കാൻ പറ്റില്ല, പട്ടിക്ക് നല്ല ഒച്ചത്തിൽ അത് കേൾക്കാൻ പറ്റും. അപ്പം മനുഷ്യൻ്റെ ചെവിക്ക് കേൾക്കാൻ പറ്റുന്ന ഓഡിയോ ഫ്രീക്വൻസി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി റേഞ്ചിൽ വരുന്ന ഫ്രീക്വൻസി എന്തെങ്കിലും ഒരു സംഗതി വൈബ്രേറ്റ് ചെയ്ത് ഉണ്ടാക്കിയാൽ മാത്രമേ ആ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്ത പട്ടിയുടെ ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ ഒബ്സ്റ്റക്കിൾസ് ഒന്നും തടസ്സമല്ലാത്ത പ്രേതങ്ങൾ, മുറി അടച്ചിട്ടിരുന്നാലും പ്രേതത്തിന് പ്രശ്നമല്ല. പ്രേതം ചുവരിലൂടെ കയറി, ഈ ചുവരിലൂടെ കയറി വരുന്നതിനാൽ ചുവര് എന്ന് പറയുന്ന സോളിഡുമായിട്ട് പ്രേതം എന്ന് പറഞ്ഞ ഈ സാധനത്തിന്റെ ശരീരത്തിന് ഇന്ററാക്ട് ചെയ്യേണ്ടതില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഫിസിക്കലി അതിന്റെ മീനിങ് അതാണ്. അത് ഇന്ററാക്ട് ചെയ്യാൻ കയറിപ്പോയി. ആ പ്രേതത്തിനൊരു കത്തി എടുത്ത് നിങ്ങളെ കുത്താൻ പറ്റില്ല. കാരണം ചുവരുമായിട്ട് അത് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല, കത്തിയായിട്ട് അത് ഇന്ററാക്ട് ചെയ്യാൻ പറ്റത്തില്ല. കത്തിയായിട്ട് ഇന്ററാക്ട് ചെയ്യാതെ അതിന് കത്തിയെടുക്കാൻ പറ്റില്ല. ഞാനിത് കുറച്ച് എക്സാമ്പിൾസ് മാത്രം പറഞ്ഞാണ്. ഇങ്ങനെയുള്ള പ്രേതങ്ങളുടെ മുകളിൽ ആരോപിക്കുന്ന ഗുണങ്ങളൊക്കെ പ്രകൃതി നിയമങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ലോകത്തെ മനസ്സിലാക്കിയ നമ്മുടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയപ്പെടുന്ന പ്രേതങ്ങൾ അസാധ്യമാണ്. പിന്നെ പ്രേത അനുഭവങ്ങൾ ഉണ്ടാവാം. പ്രേത അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഞാൻ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിന് ഒരു ഉത്തരമായിട്ട് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. നമ്മളൊരു പെർഫെക്റ്റ് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അതേപടി അകത്തേക്ക് എടുത്ത് പ്രോസസ്സ് ചെയ്ത് അതിനനുസരിച്ച് കറക്റ്റായിട്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന ഒരു മെഷീനല്ല. നമുക്ക് ഒരുപാട് ഇന്ദ്രിയങ്ങളുണ്ട്. ആ ഇന്ദ്രിയങ്ങൾ ചില സെൻസസ് അകത്തേക്ക് സിഗ്നൽസ് ബ്രെയിനിലേക്ക് വിടും. ബ്രെയിൻ ഇതിനെ അതേപടി പോലും അല്ല കാണുന്നത്. ഓർമ്മ, വികാരം ഇതുമായിട്ടെല്ലാം കൂട്ടിക്കുഴച്ച് ഒരു മിക്സ് ഉണ്ടാക്കിയിട്ടാണ് ഈ സംഗതി എന്താണ് എന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. പുറത്തുനിന്ന് പോകുന്ന സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്നെ ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ടാക്ടൈൽ സെൻസേഷൻ എന്നാണ് ബയോളജിയിൽ അതിനെ വിളിക്കുന്നത്. അത് എൻ്റെ ന്യൂറോൺസിലൂടെ ബ്രെയിനിലെത്തുന്നുണ്ട്. ഞാൻ ഒരാളെ കാണുമ്പോൾ, ഒരു വസ്തുവിനെ കാണുമ്പോൾ അവിടെ നിന്ന് വരുന്ന പ്രകാശം എൻ്റെ കണ്ണിൽ വീണ് കണ്ണിൽ റെറ്റിനയിലുള്ള കോൺ സെൽസും റോഡ് സെൽസും അതിനനുസരിച്ചിട്ട് സ്റ്റിമുലേറ്റഡ് ആയി അത് ഇലക്ട്രിക്കൽ സിഗ്നൽ ഉണ്ടാക്കി അത് നെർവിൽ കൂടെ ബ്രെയിൻ ചെന്ന് അതും പിന്നെ ചെവിയിൽ നിന്ന് വരുന്ന സിഗ്നൽ ഇതെല്ലാം കൂടെ ബ്രെയിൻ ഒന്ന് മിക്സ് ചെയ്തിട്ട്
അത് അതേപടിയല്ല എടുക്കുന്നത്, അതിൻ്റെ കൂടെ നേരത്തെ വെച്ച് വെച്ചിരിക്കുന്ന ഓർമ്മ, ഇപ്പോഴത്തെ ഇമോഷണൽ സ്റ്റേറ്റ്, ഇതെല്ലാം കൂടെ ചേർത്ത് വെള്ളം അടിച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം പിന്നെയും മാറും. ഇതിനെല്ലാം അനുസരിച്ചിട്ടൊരു ഇൻഫർമേഷനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും ആളുകൾക്ക് ഇറാഷണൽ തോന്നുന്ന അനുഭവങ്ങൾ ഉണ്ടാക്കും. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ഇൻഫ്രാറെഡ് സൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കുറഞ്ഞ സൗണ്ട്, കേൾക്കാൻ കഴിയുന്നതിനേക്കാളും ഫ്രീക്വൻസി കുറഞ്ഞ സൗണ്ടാണ്. പക്ഷേ സൗണ്ട് അപ്പോഴും വേവ് തന്നെയാണ്, അത് ഒരു മെക്കാനിക്കൽ വൈബ്രേഷനാണ്. നമുക്ക് ചെവിക്ക് ശബ്ദമായിട്ട് കേട്ടില്ലെങ്കിലും നല്ല പവർ ക്യാരി ചെയ്യുന്ന ഒരുപാട് എനർജി വഹിക്കുന്ന ഒരു ഇൻഫ്രാറെഡ് സൗണ്ട് നമ്മുടെ ബോഡിയിലൊരു വിറയലുണ്ടാക്കും. ശബ്ദമാണ്, ചെവിക്ക് ശബ്ദമായിട്ട് കേൾക്കാൻ പറ്റില്ല. ഇത് നമുക്ക് വേറെ എന്തോ സംഗതി ഇവിടെ ഉണ്ട്, എനിക്ക് ഇവിടെ എന്തോ സാന്നിധ്യം അനുഭവപ്പെടുന്നു തോന്നാം. അപ്പോൾ നമുക്കിപ്പോൾ കണ്ണടച്ച് സ്വന്തം അച്ഛനെയോ അമ്മയോ മനസ്സിൽ കാണാൻ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം കണ്ണ് വേണ്ട ബ്രെയിനിന് കാഴ്ച ഉണ്ടാക്കാൻ. നമ്മൾ രാത്രി കണ്ണടച്ച് കിടന്ന് ഉറങ്ങുമ്പോഴാണ് പല വ്യക്തമായ സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പം ബ്രെയിനിന് കാഴ്ച എന്ന് പറഞ്ഞ അനുഭവം ഉണ്ടാക്കാൻ ശരിക്കും കണ്ണിൽ നിന്നും കാഴ്ചയുടെ സിഗ്നൽ വേണമെന്നില്ല. കണ്ണ് തുറന്നിരുന്നാൽ നമ്മൾ കാണണമെന്നില്ല. കാരണം അറ്റൻഷൻ അവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ടേക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ഇങ്ങനെ എന്താണ് മനോരാജ്യത്തിലായിരിക്കും, ഫ്രണ്ടിൽ കൂടെ നടന്നു പോകുന്നൊന്നും കാണില്ല, കാരണം കണ്ണ് തുറന്നിരിപ്പുണ്ട്, സിഗ്നൽ ബ്രെയിൻ ഇഗ്നോർ ചെയ്യാണ്. അപ്പോൾ ഇതെല്ലാം എക്സാമ്പിൾസ് മാത്രമാണ്. ഇതുപോലെ നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള റീസൺസ്, ന്യൂറോളജിക്കൽ ആയിട്ടുള്ള റീസൺസ്, അതായത് ഇല്ലാത്ത സിഗ്നൽ ബ്രെയിനിലേക്ക് പോവാം ന്യൂറോണൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇപ്പം ഫാൻറ്റം ലിംബ് സിൻഡ്രം എന്ന് പറയുന്ന, ഇപ്പോൾ കാല് എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ ഇഷ്യൂസോ എന്തെങ്കിലും കാരണം കൈ മുറിച്ച് കളഞ്ഞ ആളിൻ്റെ കൈയുടെ തുമ്പിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാം. അത് ബ്രെയിൻ പെർസീവ് ചെയ്യാണ് ഇവിടെ ചൊറിയുന്നത്, പക്ഷെ കൈയില്ല, എവിടെ ചൊറിയും. അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അപ്പം ഇതെല്ലാം സംഭവിക്കാം. അപ്പോൾ ഇതുകൊണ്ട് പ്രേത അനുഭവങ്ങൾ ആളുകൾ റിപ്പോർട്ട് ചെയ്യുക. എല്ലാവരും കള്ളം പറയണതാവണമെന്നില്ല, പക്ഷെ അവർക്കുള്ള അനുഭവം നമുക്കറിയാം, അത് അവർക്കുണ്ടായ അനുഭവം മാത്രമാണ്. റിയാലിറ്റിയിൽ അങ്ങനെ ഒരു സംഗതി അവിടെ ഇല്ലായിരുന്നു. അത് ഈ ചുറ്റുപാടുകളിൽ നിന്ന് അവർക്ക് കിട്ടിയ സിഗ്നലിനെ അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ്. ദുർവ്യാഖ്യാനം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബോധപൂർവം ഒരു ദുഷ്ടലാക്കോടുകൂടി വ്യാഖ്യാനിക്കുന്ന അർത്ഥത്തിലല്ല, വ്യാഖ്യാനം തെറ്റിപ്പോകുന്നതാണ്, മിസ്ഇൻറ്റർപ്രിട്ടേഷൻ ഓഫ് സിഗ്നൽസ്. അപ്പോൾ അതുകൊണ്ട് പ്രേതങ്ങളെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് 100% ഉറപ്പോടെ പറയാൻ പറ്റും, ഈ പറയുന്ന രീതിയിലുള്ള പ്രേതങ്ങൾക്ക് നമുക്കറിയാവുന്ന പ്രപഞ്ചത്തിൽ നിൽക്കാൻ പറ്റില്ല. വൈശാഖനും എനിക്കും അറിയാവുന്നുള്ളൊരു സ്ഥലമാണ് ഇവിടുത്തെ സുമതി വളവ്, പരുതന്നൂർ പോകുന്ന ഭാഗത്തുള്ള. അതിനെ ചുറ്റിപ്പറ്റിയിട്ട് അതേപോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ കേരളത്തിലുണ്ട്. അത് ഒത്തിരി കാലമായിട്ടുള്ള കഥകളാണ്. പക്ഷേ ഈ കഥകളെയൊക്കെ നമ്മൾ പൊളിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ കഥകൾ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ ഇറാഷണലാണ് ബേസിക്കലി, അതുകൊണ്ടാണ് നിൽക്കുന്നത്. അതായത് നമ്മൾ അന്ധവിശ്വാസങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അന്ധവിശ്വാസങ്ങളുടെ ഒരു കോർ റൂട്ട് എന്ന് പറയുന്നത് അനിശ്ചിതത്വത്തോടുള്ള ആളുകളുടെ പേടിയാണ്. നമുക്കെപ്പോഴും ഒരു അടുത്തെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാമെങ്കിൽ അത് നമുക്ക് തരുന്നൊരു കംഫർട്ടാണ്. അറിയില്ല, അത് മാത്രമല്ല അടുത്ത് സംഭവിക്കാൻ പോകുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള കോൺസിക്വൻസ് ഉണ്ടാക്കാൻ പോകുന്ന കാര്യമാണ്. ഇപ്പം ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, ഇതുവഴി പോകുന്ന അടുത്ത വരാൻ പോകുന്ന ബസ് ഏതാണെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇതുവഴി പോകാൻ പോകുന്ന കാറിൻ്റെ നിറം ഏതാണെന്ന് എനിക്കറിയില്ല. അത് ഏത് തന്നെയാലും എന്നെ അത് കാര്യമായിട്ട് ബാധിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് ആ അനിശ്ചിതത്വത്തിൽ എനിക്ക് ഓക്കെയാണ്. പക്ഷെ ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. ഞാൻ കുറേ നാളായിട്ട് ജോലി ഇല്ലാതെ അലയുന്ന ഒരാളാണ്. ഈ ഇൻ്റർവ്യൂവിന് എനിക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് സീരിയസ് കോൺസിക്വൻസ് ആണ് എനിക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് അറിയുകയില്ല കിട്ടുമോ ഇല്ലയെന്ന്. ആ അനിശ്ചിതത്വം എനിക്ക് ഉണ്ടാക്കുന്ന ഒരു ഡിസ്കംഫർട്ട് ഉണ്ട്. അതാണ് നമുക്ക് പൊതുവെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് ടിപ്പിക്കലി തോന്നുന്നൊരു ടെൻഷൻ, ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റേജിൽ കയറുമ്പോൾ ഞാനൊരു എന്തെങ്കിലും ഒരു കലാപ്രകടനത്തിന് വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറുകയാണ് ഒരാൾ. അപ്പോൾ ഫ്രണ്ടിൽ 10-100 പേര് ഇരിക്കുകയാണ്. അപ്പോൾ അതൊരു സോഷ്യൽ എംബാരസിങ് സിറ്റുവേഷനാണ്. എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ ആളുകൾ എന്നെ നോക്കി ചിരിക്കുമോ, അതൊരു കോൺസിക്വൻസ്, സീരിയസ് കോൺസിക്വൻസ് ആണ്. അത് ഇമോഷണൽ ആണെങ്കിൽ പോലും സീരിയസ് കോൺസിക്വൻസ് ആണ്. അതുകൊണ്ടാണ് ഈ പെർഫോമൻസ് ആങ്സൈറ്റി വരുന്നത്. ചെയ്യുന്നതിന് മുമ്പ്, കളിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് സ്പോർട്സ് താരത്തിന് ടെൻഷൻ ഉണ്ടാകും. ഇത്രയും ആയിരക്കണക്കിന് മനുഷ്യരുടെ മുമ്പിലും ഒക്കെയാണ് കളിക്കേണ്ടത്. ഈ അൺസർട്ടനിറ്റിയോടുള്ള ഡിസ്കംഫർട്ട് എന്ന് പറയുന്നത് വളരെ സാർവദേശീയ, അല്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സൽ എന്ന് വിളിക്കാവുന്ന ഒരു മനുഷ്യ സഹജമായിട്ടുള്ള കാര്യമാണ്. അതിൽ ത്രെട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പ്രാധാന്യത്തോടെയായിരിക്കും കാണുന്നത്. നമ്മുടെ ബ്രെയിൻ ഇവോൾവ് ചെയ്തിരിക്കുന്നത് നെഗറ്റീവ് കോൺസിക്വൻസസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കൂടുതൽ ഗൗരവമായിട്ട് എടുക്കാനാണ്. അപ്പോൾ ഞാനൊരു സ്ഥലത്തൂടെ കാഷ്വലായിട്ട് നടന്നു പോകുമ്പോൾ എതിരെ വരുന്ന ഒരാൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പോയി, എനിക്ക് ആ ആളിനെ അറിയില്ല. വേറൊരു ദിവസം എതിരെ വരുന്ന ഒരാൾ എന്നെ നോക്കി ചീത്ത വിളിച്ചിട്ട് പോയി. രണ്ടുപേരെ എനിക്കറിയില്ല. ഞാൻ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഇതിൽ ആരാണ് ഓർത്തിരിക്കാൻ പോകുന്നത്? ചീത്ത വിളിച്ച ആളിനാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ചിരിച്ച ആളിനെ ഞാൻ മറന്നാലും എനിക്ക് വലിയ റിസ്ക് ഒന്നുമില്ല. കാരണം നാളെ ഒരു ദിവസം അയാളെ ഞാൻ പിന്നെയും കണ്ടാൽ അയാൾ ചിരിക്കും, അത്രയേ ഉള്ളൂ. അതപ്പോൾ ഞാൻ ഡീൽ ചെയ്താൽ മതിയല്ലോ. പക്ഷെ ഈ ചീത്ത വിളിച്ച ആൾ എന്നെ ഞാൻ മറക്കാൻ പാടില്ല. കാരണം നാളെ അയാൾ എനിക്ക് എന്തെങ്കിലും അപകടം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം അയാൾ നെഗറ്റീവ് കോൺസിക്വൻസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഓർമ്മയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ പഠിപ്പിച്ച അസംഖ്യ അധ്യാപകരിൽ കാരണമില്ലാതെ നമ്മളെ ചീത്ത വിളിച്ചവരോ ഒക്കെ ആയിരിക്കും നമ്മൾ ഓർത്തിരിക്കുന്നത്. കൃത്യമായി ക്ലാസ്സിൽ വന്ന് പഠിപ്പിച്ച് നോട്ടൊക്കെ തന്ന് പരീക്ഷയ്ക്ക് മാർക്ക് അങ്ങനെ നമ്മളെ എക്യൂപ്പ് ചെയ്തിട്ട് പോയ ആൾക്കാർ ചിലപ്പോൾ നമ്മൾ മറക്കും. പക്ഷേ ഇത് നമ്മൾ മറക്കില്ല. നമ്മളെപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ
കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് കാണും. ഉം. അപ്പോൾ ഈ പ്രേതവിശ്വാസങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഇരുട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇരുട്ടൊരു ഭയങ്കര വലിയ നിഗൂഢതയാണ്. ഇരുട്ടെന്ന് പറഞ്ഞാൽ അർത്ഥം യു ഡോണ്ട് ഹാവ് എൻ ഇൻഫർമേഷൻ അബൌട്ട് ദ സറൗണ്ടിങ്. അവിടെ എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയില്ല. എന്താണ് എന്ന് അറിയില്ല എന്ന് വെച്ചാൽ അവിടെ എന്തുമാവാം. അവിടെ ഒരു ഇരപിടിയൻ മൃഗമാവാം, അവിടെ ഒരു കുഴിയാവാം, നിങ്ങൾ വീഴാൻ സാധ്യതയുള്ള കുഴിയാവാം, എന്തുമാവാം. ഉം. എന്തുമാവുന്നേ ഉള്ളൂ, എന്താണെന്ന് നമുക്ക് അറിയില്ല. ഇതൊരു എന്താണെന്ന് അറിയുന്നതിനേക്കാൾ പ്രശ്നമാണ്. അവിടെ ഒരു കുഴി ഉണ്ടെന്നോ അവിടെ ഒരു പേപ്പട്ടി നിൽക്കുന്നുണ്ട് എന്നോ അറിയുന്നതിനേക്കാൾ ഡിസ്കംഫർട്ടാണ് ശരിക്കും അവിടെ എന്താണെന്ന് അറിയില്ല എന്നുള്ളത്. കാരണം അത് എന്തുമാവാം. അപ്പം നമ്മൾ നാച്ചുറലി നമ്മുടെ ടെൻഡൻസി അതിനെ പേടിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നെഗറ്റീവ് കാര്യം ഉണ്ട് എന്ന് കരുതി ഒന്ന് കെയർഫുൾ ആകുന്നത് നല്ലതാണ്. അവിടെ ഒന്നും ഇല്ലെങ്കിലും റിസ്ക് ഒന്നുമില്ല. പക്ഷെ വളരെ കോൺഫിഡൻറ്റോട് പോവുകയും അവിടെ എന്തെങ്കിലും അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്താൽ അത് നമ്മുടെ അതിജീവനത്തെ ബാധിക്കാൻ പോകുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മുടെ ബ്രെയിനിലെ ഹാർഡ് വയർ തോട്ടാണ് ഇതുപോലെ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ പേടിക്കുക. ഫസ്റ്റ് ഹാൻഡ് ഇതിപ്പോൾ അവിടെ ഒരു അങ്ങനെ ഒരു സംഗതി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നതിൻ്റെ നാച്ചുറൽ ലോസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് അത്രയും കൺവിൻസിങ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും ഒരു പക്ഷേ ആളുകൾ അൺസർട്ടനിറ്റിയെ ഒന്ന് പേടിക്കും, റിസ്ക് എടുക്കണ്ട എന്ന് ആളുകൾ വിചാരിച്ചു പോകും. ഇതാണ് പൊതുവിൽ അന്ധവിശ്വാസങ്ങളെ ഡ്രൈവ് ചെയ്യുന്നത്. അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകുന്നതും പ്രചരിക്കുന്നതും നമുക്ക് പരിചയമുള്ള അന്ധവിശ്വാസങ്ങൾ നോക്കിയാൽ ഇത് എപ്പോഴും രണ്ട് കാര്യങ്ങൾ അതിന് കോമൺ ആണ്. ഒന്ന് ഇതിൻ്റെ ഈ ഭാവിയെക്കുറിച്ചിട്ടുള്ള വ്യാകുലതകൾ കോമൺ ആണ്. രണ്ട് അത് വ്യാകുലത തന്നെയായിരിക്കും. ഒന്ന് അത് എപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ചാണ്. നമ്മുടെ ഇപ്പോഴത്തെ ആക്ഷൻ നാളത്തെ എന്തെങ്കിലും ഒരു കോൺസിക്വൻസിലേക്ക് നയിക്കും. അത് നെഗറ്റീവ് ആകുമോ ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ആക്ഷൻ ഡിസൈഡ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ആക്ഷനും നാളത്തെ അതിൻ്റെ അനന്തരഫലവും കോൺസിക്വൻസും തമ്മിലുള്ള കണക്ഷൻ നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നത് ചിലപ്പോൾ റിയലിസ്റ്റിക് ആയിരിക്കില്ല. അത് എത്രത്തോളം റിയലിസ്റ്റിക് ആണെന്ന് തീരുമാനിക്കുന്നത് ഈ ലോകത്തെ കുറിച്ചുള്ള നമ്മുടെ സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ്. സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് പൂറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇല്ലാത്ത കണക്ഷൻസ് മറ്റേ സിനിമയെ പറഞ്ഞ പോലെ ഇല്ലാത്ത വെടിവെച്ച കേൾക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ കണ്ട ഉടനെ പേടിച്ചോളുക എന്നുള്ളതായിരിക്കും. അതിൻ്റെ ഫലമാണ് സുമതി വളവായാലും. സുമതി വളവ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു ലൊക്കാലിറ്റിയിലുള്ള ബർമുഡ ട്രയാങ്കിളാണ്. ഇത് വേറെ വലിയ സ്കെയിലിൽ നിൽക്കുന്ന ഒരു ബർമുഡ ട്രയാങ്കിളിൽ ഒരു മിനി വെർഷനാണ്. അതായത് അവിടെ എന്തോ കുഴപ്പമുണ്ട് എന്ന് വെച്ചാൽ ചരിത്രപരമായിട്ട് അവിടെ എന്തെങ്കിലും കുഴപ്പം നടന്നതിന്റെ കഥകൾ. അപ്പോൾ ഈ കുഴപ്പം നടന്ന കഥകൾ നമ്മൾ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യും. കാരണം നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ പ്രൊട്ടക്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ കുഴപ്പം നടന്നിട്ടുണ്ട്, നീ സൂക്ഷിക്കണം. ഇത് പിന്നെ ഈ കുഴപ്പം നടന്ന സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ടാവും, പക്ഷെ അപ്പോഴും ആ കഥ നിൽക്കും. പിന്നെ ഈ കഥകൾ മാത്രമായിട്ട് നിൽക്കുമ്പോൾ അത് മാറാനുള്ള സാധ്യതകളും ഇല്ലല്ലോ. പുതിയ വെർഷൻസ് വന്നാൽ പോലും അതിന് അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടെന്നുള്ള കഥ നിൽക്കും. അതാണ് ഇപ്പോൾ ബർമുഡ ട്രയാങ്കിളിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. ഇപ്പോഴും അതുവഴി വിമാനവും കപ്പലും ഒന്നും പോകുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ കപ്പലും വിമാനവും പോകുന്ന റൂട്ടിലാണ് ഈ ബർമുഡ ട്രയാങ്കിൾ ഉള്ളത്. അതുപോലെ ഈ സുമതകളിൽ കൂടെ ദിവസം ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് വണ്ടികൾ സഞ്ചരിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അവിടുത്തെ ലോക്കൽ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരിതിനകത്ത് തൃപ്തരല്ല. കാരണം അവരുടെ ആ പ്രദേശത്തെ കുറിച്ച് ഇങ്ങനെ ഒരു മോശം കഥ ഉണ്ടായി നിൽക്കുന്നതിൽ അവർ ശരിക്കും അതൃപ്തരാണ്. അവർ വേറൊരു പ്രദേശത്തെ കഥയിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ടാവും. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഇത് ഇത്രയേ ഉള്ളൂ, ഇവിടെ നമ്മൾ സ്ഥിരം നിൽക്കുന്നതാണ്, രാത്രി നമ്മളവിടെ നിൽക്കുന്നതാണ്. അത് കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിൽ ഒരു ഹൈമാവതി കുളമുണ്ട് ഇതുപോലെ. അത് ഇതുപോലെ ആ കുളം പുറത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങൾക്കും ഉപയോഗിക്കേണ്ട ആളുകൾ അതിന് ചുറ്റും ഒരു കഥ ബിൽഡ് ചെയ്തെടുത്തതാണ്. അത് പിന്നീട് എനിക്ക് ഞാൻ കോളേജ് ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് കേരളത്തിലെ പ്രമുഖ ചാനൽ അതിനെപ്പറ്റി സീരീസ് തന്നെ ചെയ്തിട്ടുണ്ട്, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. അപ്പം അത് എനിക്ക് തോന്നുന്നു ഇനി അതിങ്ങനെ കുറയാനൊന്നും പോകുന്നില്ല, അത് നിലനിൽക്കും.